സൗത്ത് സോൺ സഹോദയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട സ്കൂളുകൾക്കുള്ള രജിസ്ട്രേഷൻ്റെ പ്രോസസ്സാണ് ആദ്യ വീഡിയോയിൽ കാണിക്കുന്നത്. sportsmas.com എന്ന വെബ്സൈറ്റിൽ വെബ്സൈറ്റ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട സ്കൂളുകൾക്ക് രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ സ്കൂളിൻ്റെ പേര്, നമുക്ക് അവിടുത്തെ കോണ്ടാക്ട് ചെയ്യേണ്ട ആളുടെ പേര്, അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്. ഇതിലെ ഇമെയിൽ അഡ്രസ്സാണ് ഈ പറയുന്ന സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ലോഗിൻ ഉപയോഗിക്കുന്ന യൂസർ നെയിം. ഇത്രയും കൊടുത്തതിന് ശേഷം സബ്മിറ്റ് രജിസ്ട്രേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു ഇമെയിൽ പോവുകയും അതിനകത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് ഉണ്ടാകുന്നതാണ്. ആ ഇമെയിലിനകത്ത് വരുന്ന യൂസർ നെയിം, അതായത് ഇവിടെ കൊടുത്ത ഇമെയിലും അതിനകത്ത് നൽകുന്ന പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാനായിട്ട് ഇതേ വിൻഡോയിൽ തന്നെ ലോഗിൻ എന്ന ബട്ടൺ ഉണ്ട്. ഈ ലോഗിൻ ബട്ടൺ കൊടുത്തതിന് ശേഷം നമ്മളവിടെ കൊടുത്ത ഇമെയിൽ അഡ്രസ്സും അവിടെ നമുക്ക് ലഭിച്ച പാസ്വേഡും നൽകി സൈൻ ഇൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരാം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങൾക്ക് ലോഗിൻ ചെയ്താൽ ഉടൻ തന്നെ ചേഞ്ച് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ആദ്യം കിട്ടിയ പാസ്വേഡ് മാറ്റിയിട്ട് നിങ്ങളുടേതായ ഒരു പാസ്വേഡ് കൊടുക്കാവുന്നതാണ്. അതിന് നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് പഴയ പാസ്വേഡും പുതിയ പാസ്വേഡും കൊടുക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം സ്കൂളിൻ്റെ പ്രൊഫൈലിനകത്ത് പോയിട്ട് സ്കൂളിൻ്റെ ലോഗോ, പേര്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ടൈപ്പിൻ്റെ അവിടെ സ്കൂള്, രജിസ്ട്രേഷൻ നമ്പർ, അഡ്രസ്സ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇമെയിൽ അഡ്രസ്സ്, നമുക്ക് സിംഗിൾ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്, നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ട ആളുടെ പേര്, അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പറും കൊടുക്കുക. ഓരോ ഭാഗം കൊടുത്തതിന് ശേഷവും സേവ് ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ലോഗോ ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അത് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ കംപ്ലീറ്റ് എന്ന് കാണാനും പറ്റും. എന്നിട്ട് ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ ബ്രൗസ് പബ്ലിക് ഇവൻ്റ് എന്ന് പറഞ്ഞ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സൗത്ത് സോൺ സഹോദയ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മത്സരത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണും. ഇവിടെ ഓൾറെഡി അപ്രൂവ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. ഇല്ല എങ്കിൽ ഇവിടെ സ്റ്റാറ്റസിൻ്റെ അവിടെ അപ്രൂവ് ഒന്നും കാണിക്കില്ല, അവിടെ പെൻഡിങ് ആണ്, നമ്മൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ അടങ്ങുന്ന ഒരു പോപ്പപ്പ് വിൻഡോ വരികയും നമ്മൾ അവിടെ നിന്ന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇവൻ്റ് കണ്ടക്ട് ചെയ്യുന്ന സ്കൂള്, അവരുടെ അഡ്മിൻ അത് വാലിഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവരത് അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്ത് കഴിയുമ്പം ഇതേപോലെ നമ്മൾക്ക് ലോഗിനിൽ ഇവിടെ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് കാണാനും സാധിക്കും. അങ്ങനെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിൽ നോക്കിയാൽ ഇവൻറ്റ്സ് ഐ ആം പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ, നേരത്തെ നമ്മൾ ചെയ്ത ആദ്യം തുടക്കത്തിൽ ബ്രൗസ് പബ്ലിക് ഇവൻ്റ് ആണ്, അത് കഴിഞ്ഞിട്ട് ഇവൻറ്റ്സ് ഐ ആം പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എന്ന് പറഞ്ഞ ഒരു കാർഡിൽ നോക്കിയാൽ അവിടെ ഇപ്പോൾ ഒന്നെന്ന് കാണിക്കുന്നുണ്ടോ, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറയുന്ന ഇവൻറ്റിൽ പങ്കെടുക്കാനായിട്ടുള്ള അപ്രൂവൽ കിട്ടി, നമ്മളതിലൊരു പാർട്ടിസിപ്പൻ്റായിട്ട് മാറി. ഇതാണ് നമുക്ക് ഉള്ള ഒരു ഓപ്ഷൻ. ഇത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യുന്നതിനായിട്ട് ഒരു ഇവൻറ്റിലേക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനായിട്ട് ഓപ്പൺ യൂണിറ്റ് കൺസോൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് യൂണിറ്റിൻ്റെ കൺസോളിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ലഭിക്കും. ഇവിടെ ഓൾറെഡി കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഫസ്റ്റ് ടൈം വരികയാണെങ്കിൽ ഇവിടെ അതിനനുസരിച്ച് എല്ലാം 0 ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ബാക്കിയുള്ള വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്.